നമ്മളിൽ കുറെ പേരുടെ സ്ഥിരമായി കാണുന്ന പ്രശ്നമാണ് നെഞ്ചെരിച്ചിൽ അല്ലെങ്കിൽ പുളിച്ചുതേട്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സാധാരണ രീതിയിൽ നമ്മൾ ചവച്ച് ഫുഡ് പൈപ്പിലൂടെ ഇറങ്ങി വയറിലെത്തുന്നു, അവിടുന്ന് കുടലിലോട്ട് പോകുന്നു. ഈ വയറിലെത്തിയ ഭക്ഷണം തിരിച്ച് വീണ്ടും ഫുഡ് പൈപ്പിലോട്ട് കയറി വരുന്നു, ഭക്ഷണവും ആസിഡും എല്ലാം കൂടി. ഈ അസുഖത്തെയാണ് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലെക്സ് ഡിസീസ് അല്ലെങ്കിൽ ഗേർഡ് എന്ന് പറയുന്നത്. ഈ അസുഖമുള്ളവർക്കാണ് ഈ നെഞ്ചെരിച്ചിലും പുളിച്ചുതേട്ടലും എല്ലാം വരുന്നത്. വല്ലപ്പോഴും ഒക്കെ ഇതിനുള്ള ഗ്യാസിന്റെ ഗുളികളായ പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, റാബിപ്രസോൾ ഒക്കെ വല്ലപ്പോഴും എടുക്കുന്ന കുഴപ്പമില്ല. പക്ഷെ സ്ഥിരമായി മാസങ്ങളും വർഷങ്ങളുമെല്ലാം ഡെയിലി ഗ്യാസിന്റെ ഗുളിക എടുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവര് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മരുന്നിനൊക്കെ കുറച്ച് സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ഈ മരുന്ന് ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് സ്ഥായിയായ വൃക്ക തകരാറ് വരെ സ്ഥിരമായി എടുത്താൽ സംഭവിക്കാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിളർച്ച വരാം, അയണിന്റെ അബ്സോർപ്ഷൻ ഇത് തടയാം, വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ കുറഞ്ഞ് വിളർച്ചയും പെരിഫറൽ ന്യൂറോപ്പതി, നാഡികളെ ബാധിച്ച തരിപ്പ് പെരിപ്പൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ മഗ്നീഷ്യത്തിന്റെ അഭാവം കാരണം മഗ്നീഷ്യം കുറയും, അതിന്റെ അബ്സോർപ്ഷൻ കുറയും ഈ മരുന്ന് സ്ഥിരമായി എടുത്താം. അപ്പം മസിൽസിന് കോച്ചിപ്പിടുത്തം, ബലക്കുറവ് സംഭവിക്കാം. അതുപോലെ തന്നെ കാൽഷ്യം അബ്സോർപ്ഷൻ കുറഞ്ഞ് ഓസ്റ്റിയോപൊറോസിസ്, എല്ലുകളുടെ തേയ്മാനം വരാം. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കഴിയുന്നത്ര ഈ മരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കാതിരിക്കാൻ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്, ഭക്ഷണത്തില് എരിവിന്റെയും കൊഴുപ്പിന്റെയും ഒരുപാട് മസാല ചേർന്ന ഭക്ഷണങ്ങളും കഴിയുന്നത്ര ഒഴിവാക്കാം. രണ്ടാമത്, നമ്മുടെ ഭക്ഷണത്തിലെ ചായ, കാപ്പി അമിതമായി ഉപയോഗിക്കാതിരിക്കുക. 3, മദ്യവും സിഗരറ്റും അതൊരു പ്രധാന പ്രശ്നമാണ്, അത് കഴിയുന്നത്ര ഒഴിവാക്കുക. 4, ഈ കോള പോലുള്ള ശീതള പാനീയങ്ങൾ, അതും ഈ റിഫ്ലെക്സ് ഡിസീസ് കൂട്ടുന്നതാണ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. 5, നമ്മൾക്ക് ഈ വെയിറ്റ് പെട്ടെന്ന് കൂടുമ്പോൾ റിഫ്ലെക്സ് ഡിസീസ് വരും. അമിതവണ്ണവും പൊണ്ണത്തടിയും ഈ പറഞ്ഞ നെഞ്ചരിച്ചിൽ കൂട്ടും. അപ്പം വ്യായാമം ചെയ്യണം, വെയിറ്റ് കൺട്രോൾ ചെയ്യണം. 6, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ പോയി കിടക്കരുത്. ഭക്ഷണം കഴിച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കിടക്കാവുള്ളൂ. 7, ഭക്ഷണം കഴിക്കുമ്പോൾ മുഴുവൻ വയറ് കഴിക്കരുത്, ഒരു പാതി വയറ് ഒഴിച്ചിടണം. ഈ ഫുൾ വയറായിട്ട് ഫുഡ് ചെല്ലുമ്പോഴാണ് തിരിച്ച് ഫുഡ് പൈപ്പിലോട്ട് കയറി വരാൻ കൂടുതൽ ഭക്ഷണത്തിന് ടെൻഡൻസി ഉള്ളത്. 8, നല്ലൊരു ഉറക്കം, ഒരു 7 മണിക്കൂർ തടസ്സമില്ലാത്ത ഉറക്കം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കണം. സ്ട്രെസ് ഇല്ലാത്തവരെ ആരും കാണില്ല, പക്ഷെ കഴിയുന്നത്ര സ്ട്രെസ് കുറയ്ക്കാൻ യോഗ, പാട്ട്, ഡാൻസ് തുടങ്ങിയവയെല്ലാം ഫോക്കസ് ചെയ്ത് മാക്സിമം നമ്മൾ തന്നെ സ്ട്രെസ് കുറയ്ക്കാൻ ഒരു മാർഗം കണ്ടെത്തണം. അപ്പം ഈ കാര്യങ്ങളെല്ലാം പാലിക്കുകയാണെങ്കിൽ മരുന്നില്ലാതെ തന്നെ അല്ലെങ്കിൽ പരമാവധി ഗ്യാസിന്റെ ഗുളികകൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും.